പ്രൊഫഷണൽ കോൺട്രാക്ട് ക്ലോസുകളൊക്കെ വെക്കുന്ന കാര്യത്തിൽ ഇന്ത്യൻ ഫുട്ബോൾ ക്ലബ്ബുകൾ പരിചയക്കുറവ് മൂലം തുടക്കത്തിൽ വൻ ശോകമായിരുന്നു. അതുകൊണ്ട് പല വിദേശ താരങ്ങളും ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബുകളെ തുടക്കത്തിൽ നന്നായിട്ട് ഊറ്റിയിട്ടുണ്ട്. മോച്ചേനയുടെ കാര്യം ഉൾപ്പെടെയാണ് പറയുന്നത്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്മാർട്ട് ഇന്റലിജൻസ് വർക്കായി തുടങ്ങി. അങ്ങനെ താരങ്ങൾക്ക് നമ്മളെ ചീറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. താരങ്ങളെ പോലും ട്രാപ്പിലാക്കുന്ന വിധത്തിലുള്ള ക്ലോസുകൾ പല ക്ലബ്ബുകളും വെക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ബംഗളൂരു എഫ്.സിയുടെ ഒരു സ്ട്രാറ്റജിക് മൂവ് ആണ്. സ്ട്രാറ്റജിക് മൂവ് എന്നതിനെ കാട്ടിൽ സ്മാർട്ട് മൂവ് എന്ന് പറയുന്നതായിരിക്കും ശരി. റയാൻ വില്യംസ് ഇന്ത്യൻ വംശജൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ പാസ്പോർട്ട് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം ബംഗളൂരു എഫ്.സിയിൽ കളിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ടെന്യൂറിൽ അദ്ദേഹം ഇന്ത്യൻ പാസ്വേഡ് അക്യൂർ ചെയ്യുകയാണെങ്കിൽ ബംഗളൂരു എഫ്.സിയുമായിട്ടുള്ള താരത്തിന്റെ കോൺട്രാക്ട് ഒരു വർഷത്തെ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗേർഡ് ആവും എന്ന തരത്തിലൊരു കോൺട്രാക്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. നിലവിൽ റയാൻ വില്യംസ് ഓസ്ട്രേലിയൻ പൗരത്വം ഉപേക്ഷിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് അക്വയർ ചെയ്ത് ഇന്ത്യൻ ഡൊമസ്റ്റിക് പ്ലെയറായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് ഒരു വർഷത്തെ കൂടി എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ബംഗളൂരു എഫ്.സിക്ക് ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോറിൻ പ്ലെയറുടെ ക്വാളിറ്റി ഉള്ള ഒരു ഇന്ത്യൻ പ്ലെയറെ കുറഞ്ഞ വിലയ്ക്ക് തങ്ങളുടെ കൂടാരത്തിൽ ഒരു വർഷത്തെ കൂടി നിർത്താൻ പറ്റും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ഓവർ പ്രൈസ്ഡ് ആണ്. അവർ അർഹിക്കുന്നതിനായിട്ട് കൂടുതൽ അധികം പൈസ വാങ്ങിക്കുന്നുണ്ട്. അപ്പം ഇത്രയും ക്വാളിറ്റി ഉള്ള ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു ഫോറിൻ ക്വാളിറ്റി പ്ലെയറെ ഒരു ഫോറിൻ പ്ലെയറുടെ കുറഞ്ഞ വിലയ്ക്ക് ഒരു വർഷം കൂടി ബംഗളൂരുവിന് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് അവരുടെ ഒരു സ്മാർട്ട് ഇന്റലിജന്റ് മൂവിന്റെ ഒരു ഔട്ട്പുട്ടാണ്.